നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. എ റെക്ടാങ്കുലർ പ്രിസം സൈഡ് ഓഫ് ബേസ് 30 millimeter and 35 millimeter and axis height 50 millimeter is kept with its base on HP with 35 millimeter base edge is inclined at 15 degree with VP. It is cut by a section plane perpendicular to VP inclined 60 degree with HP and passing through the top end of the axis. Draw the sectional plan, elevation and true shape of the section. ഞാൻ അതിനു വേണ്ടി ആദ്യം ഒരു XY ലൈൻ വരച്ചു. അതിനുശേഷം XY ലൈനിലെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു, എവിടെയെങ്കിലും ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. അതിനുശേഷം അവിടെ 15 ഡിഗ്രിയിൽ ഒരു ലൈൻ അങ്ങ് നീട്ടി വരച്ചിട്ടു. 15 ഡിഗ്രിയിൽ ഒരു ലൈൻ അങ്ങ് നീട്ടി വരച്ചിട്ടു. അതിനുശേഷം നമ്മളുടെ റെക്റ്റാങ്കുലർ പ്രിസത്തിൻ്റെ ബേസ് എഡ്ജസിൻ്റെ ലെങ്ത് പറഞ്ഞിട്ടുണ്ട്. ഒരെണ്ണത്തിൻ്റെ ലെങ്ത് 35ഉം മറ്റതിൻ്റെ ലെങ്ത് 30ഉം. അതായത് ലെങ്ത് കൂടിയ പോർഷനാണ് 35, ലെങ്ത് കുറഞ്ഞത് 30. അപ്പോൾ ക്വസ്റ്റിനകത്ത് പറയുന്നത് ലെങ്ത് കൂടിയ എഡ്ജ് XY ലൈനായിട്ട് അല്ലെങ്കിൽ VP ആയിട്ട് 15 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ് എന്നാണ് പറയുന്നത്. ലെങ്ത് കൂടിയ എഡ്ജ്. സോ ഇതാണ് ലെങ്ത് കൂടിയ എഡ്ജ്, ഇത് ലെങ്ത് കുറഞ്ഞ എഡ്ജ്. സോ നമ്മൾ 15 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് വരച്ചു. ഇനി നെയിം ചെയ്യുകയാണ്. റെക്റ്റാങ്കുലർ പ്രിസമാണ്. സോ മുകളിലൊരു റെക്റ്റാങ്കുലർ സർഫസ് ഉണ്ടാവും, അതുപോലെ തന്നെ താഴെയും ഒരു റെക്റ്റാങ്കുലർ സർഫസ് ഉണ്ടാവും. നെയിം ചെയ്യുകയാണ് A, B, C and D. ഞാൻ മുകളിലത്തെ റെക്റ്റാങ്കുലർ സർഫസ് നെയിം ചെയ്തു. ഇനി താഴത്തെ റെക്റ്റാങ്കുലർ സർഫസ് P, Q, R, S. താഴത്തെ റെക്റ്റാങ്കുലർ സർഫസും നെയിം ചെയ്തു. ഇനി എന്താ ചെയ്യുക? ഇതിനെ നേരെ മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുക, അതിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. അടുത്തത് ഞാൻ നേരെ എല്ലാത്തിനും മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്തു. ഇനി അതിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ പോവാണ്. അത് വരച്ചു. അതിനുശേഷം ഹൈറ്റ് 50 millimeter എന്നാണ് ക്വസ്റ്റ്യൻ അത് പറയുന്നത്. 50 millimeterലാണ്. ഇത് നോക്കിയേ, DS എന്ന് പറയുന്ന എഡ്ജ് നമ്മൾ ഡോട്ടഡ് ലൈൻ വെച്ചാണ് കാണിക്കുക. കാര്യം ഒബ്സർവർ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അയാൾക്ക് ഈ എഡ്ജ് നേരെ കാണാം, പക്ഷേ ഈ എഡ്ജ് എന്ന് പറയുന്നത് സോൾഡിൻ്റെ അപ്പർ വശത്താണ്. സോ അതുകൊണ്ട് അയാൾക്കത് ഇൻവിസിബിൾ ആയിരിക്കും. അത് കാരണം ഡോട്ടഡ് ലൈൻ വെച്ച് വരച്ചു. ഈ എഡ്ജൊക്കെ വിസിബിളാണ്, അത് വിസിബിളായിട്ട് തന്നെ കാണിക്കുക. ഇതും വിസിബിളാണ്, വിസിബിളായിട്ട് തന്നെ കാണിക്കുക. ശേഷം ടോപ്പ് സർഫസ് നമ്മളങ്ങ് ജോയിൻ ചെയ്യുക. കണ്ടോ, ഇതാണ് സോളിഡിൻ്റെ ഫ്രണ്ട് വ്യൂ. നമുക്ക് സോളിഡിൻ്റെ ഫ്രണ്ട് വ്യൂ കിട്ടി. നമുക്ക് സോളിഡിൻ്റെ ആക്സിസ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ സോളിഡിൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചാൽ മാത്രമേ ആക്സിസ് ലൈൻ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ക്വസ്റ്റ്യൻ അത് പറയുന്നുണ്ട്, ആക്സിസിൻ്റെ ടോപ്പിൽ കൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറയുന്നുണ്ട്. സോ അതിനുവേണ്ടി ആക്സിസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ കോർണേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്യുകയാണ്. ജോയിൻ ചെയ്യുന്നത് വളരെ ലൈറ്റായിട്ടാണ്. ആ ജോയിൻ ചെയ്യുന്നുണ്ട് എന്ന് പോലും കാണരുത്. നമുക്ക് മിഡ് പോയിന്റ് കണ്ടുപിടിച്ചാൽ മതി. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പിരമിഡ് അല്ല. സോ നമുക്ക് വളരെ ലൈറ്റായിട്ട് മതി അത് കണ്ടുപിടിക്കുന്നത്. വളരെ ലൈറ്റായിട്ട് ആ ലൈൻസ് ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ കോർണേഴ്സ് ജോയിൻ ചെയ്യുക. സോ ഞാൻ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് ഇതേണ്ട മിഡ് പോയിന്റ് കിട്ടി. മിഡ് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ മിഡ് പോയിന്റ് വെച്ച് മുകളിലോട്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണാം? ആക്സിസ് കാണാൻ പറ്റും. ആക്സിസ് ലൈൻ വരയ്ക്കാൻ പറ്റും. ആക്സിസ് ലൈൻ നമ്മൾ ചെയിൻ ലൈനായിട്ടാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, നമുക്ക് ആക്സിസ് ലൈനും കിട്ടി. സോ നമ്മൾ സോളിഡിൻ്റെ ടോപ്പ് വ്യൂ വരച്ചു, ഫ്രണ്ട് വ്യൂ വരച്ചു. ഇനി നമുക്ക് നെയിം ചെയ്യാം. ആദ്യം ടോപ്പ് സർഫസ് നെയിം ചെയ്യാം. ഇത് A', ഇത് B', ഇത് D', ഈ എൻഡ് C'. താഴെ അതുപോലെ തന്നെ P', Q', ഈ എൻഡ് എന്ന് പറയുന്നതാണ് R', ഈ എൻഡ് എന്ന് പറയുന്നത് S'. കണ്ടോ, നമ്മൾ ടോപ്പ് സർഫസും ബോട്ടം സർഫസും വരച്ചു. ഇനി നമുക്ക് അടുത്ത് വരയ്ക്കേണ്ടത് എന്താണ്? കട്ടിംഗ് സർഫസ് അല്ലെങ്കിൽ കട്ടിംഗ് പ്ലെയിൻ എങ്ങനെയാണ് പാസ് ചെയ്യുന്നതെന്ന് നോക്കണം. സോ അതിനുവേണ്ടി ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചു നോക്കുക. ക്വസ്റ്റ്യനകത്ത് പറയുന്നത് ഇറ്റ് ഈസ് കട്ട് ബൈ എ സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു VP പാസിംഗ് ത്രൂ ദി ടോപ്പ് എൻഡ് ഓഫ് ദി ആക്സിസ് ആൻഡ് ഇൻക്ലൈൻഡ് 60 degree വിത്ത് HP. ഇൻക്ലൈൻഡ് 60 degree വിത്ത് HP. ഓക്കെ,
സോ ക്വസ്റ്റൻ അത് പറയുന്നത് ആക്സിസിൻ്റെ ടോപ്പ് എൻഡിൽ കൂടെ പാസ് ചെയ്യണം എന്നാണ്. സോ ആക്സിസിൻ്റെ ടോപ്പ് എൻഡിൽ ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്തു. പ്രൊട്രാക്ടർ അവിടെ വെച്ചതിന് ശേഷം 60 ഡിഗ്രി ഞാൻ മാർക്ക് ചെയ്യാൻ പോവാണ്. പ്രൊട്രാക്ടർ വെച്ചു 60 ഡിഗ്രി. വേണമെങ്കിൽ 60 ഡിഗ്രി ഇവിടെ മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. ഞാൻ 60 ഡിഗ്രി ഇവിടെ ഇപ്പം മാർക്ക് ചെയ്യുകയാണ്. 60 ഡിഗ്രി അവിടെ മാർക്ക് ചെയ്തു. അതിനുശേഷം കട്ടിംഗ് പ്ലെയിൻ അതുവഴി പാസ് ചെയ്യുന്നതായിട്ട് കാണിക്കുക. ഓക്കെ, കട്ടിംഗ് പ്ലെയിൻ പാസ് ചെയ്യുന്നതായിട്ട് കാണിക്കുക. കണ്ടോ, കട്ടിംഗ് പ്ലെയിൻ അതുവഴി പാസ് ചെയ്യുന്നതായിട്ട് വരച്ചു. കട്ടിംഗ് പ്ലെയിൻ വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ആ ലൈൻ വരയ്ക്കുമ്പോൾ ചെയിൻ ലൈൻസ് ആയിരിക്കണം, രണ്ടെൻഡും ഡാർക്ക് ആയിരിക്കണം. ആ ഡാർക്കൻ ചെയ്യാൻ പോവാണ്. സോ ഞാൻ കട്ടിംഗ് പ്ലെയിൻ വരച്ചു, രണ്ടെൻഡും ഡാർക്ക് ആക്കി. ഇനി അടുത്ത് എന്താണ് നമ്മൾ ചെയ്യുന്നത്? കട്ടിംഗ് പോയിൻറ്റ്സ് കണ്ടുപിടിക്കണം. കട്ടിംഗ് പോയിൻറ്റ്സ് കണ്ടുപിടിക്കണം. നോക്കിക്കേ, കട്ടിംഗ് പ്ലെയിൻ ഇങ്ങനെ പാസ് ചെയ്യുകയാണ്. ടോപ്പ് സർഫസിൽ എത്ര കട്ടിംഗ് എൻഡുകൾ ഉണ്ടാവും അല്ലെങ്കിൽ കട്ടിംഗ് പോയിൻറ്റ്സ് കിട്ടും? അപ്പം ടോപ്പ് സർഫസിലെ ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് ഏതൊക്കെ എഡ്ജിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. സോ ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? നമ്മളുടെ റെക്റ്റാങ്കുലർ പ്രിസത്തിൻ്റെ ടോപ്പ് സർഫസ് ആണ്. സോ അവിടെയുള്ള എഡ്ജസ് ഏതൊക്കെയാണ്? എഡ്ജസ് ഏതൊക്കെയാണ് നോക്കുക. സോ അവിടെയുള്ള എഡ്ജസ് ഏതൊക്കെയാണ് നോക്കിയേ. ബി സി എന്ന് പറയുന്ന ടോപ്പ് സർഫസിലെ എഡ്ജും AD എന്നീ രണ്ട് എഡ്ജുകളാണ് ഇവിടെ ഉള്ളത്. നോക്കിക്കേ, AD ആൻഡ് BC ഒറ്റ ലൈനാണെന്നേ ഉള്ളൂ, രണ്ട് എഡ്ജുകൾ അവിടെയുണ്ട്. ഏതൊക്കെ എഡ്ജാണ്? ടോപ്പ് സർഫസിലെ BC എന്ന് പറയുന്ന എഡ്ജും AD എന്ന് പറയുന്ന ഈ രണ്ട് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള എഡ്ജാണ് അവിടെ ഉള്ളത്. സോ കട്ടിംഗ് പ്ലെയിൻ അതുവഴി പാസ് ചെയ്ത് പോയാൽ രണ്ട് എഡ്ജുകളെ, ബേസ് എഡ്ജുകളെ കട്ട് ചെയ്യും. ബേസ് എഡ്ജ് അല്ല, ടോപ്പ് സർഫസിലെ എഡ്ജുകളെ കട്ട് ചെയ്യും. സോ അതിന് ഞാൻ നെയിം ചെയ്യുകയാണ് 1' ബ്രാക്കറ്റിൽ 2'. ഇനി ഇങ്ങോട്ട് പാസ് ചെയ്ത് കഴിയുമ്പോൾ വേണ്ട ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു എഡ്ജ് കണ്ടോ ഇവിടെ, അതിനെ അത് കട്ട് ചെയ്യുന്നുണ്ട്. സോ അത് 3'. വീണ്ടും താഴോട്ട് വന്നാൽ ഇവിടെ ഒരു എഡ്ജിനെ കട്ട് ചെയ്യുന്നുണ്ട്. C', R' എന്ന് പറയുന്ന എഡ്ജിനെ കട്ട് ചെയ്യുന്നുണ്ട്. സോ 4'. സോ ഈ 3' എന്ന് പറയുന്ന എഡ്ജ് ഏതാ? ഇൻവിസിബിൾ എഡ്ജാണ്. S' ആൻഡ് D' എന്ന് പറയുന്ന ഇൻവിസിബിൾ എഡ്ജാണ്. പക്ഷേ കട്ട് ചെയ്യുന്നുണ്ടത്. കട്ടിംഗ് പ്ലെയിൻ അതിനെയും കട്ട് ചെയ്യുന്നുണ്ട്. സോളിഡിൻ്റെ എഡ്ജസ് മാത്രം നമ്മൾ മാർക്ക് ചെയ്താൽ മതി. ആക്സിസ് ലൈൻ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ 1' ആൻഡ് 2' എന്ന് പറയുന്നത് എന്താണ്? അത് AD ആൻഡ് BC എന്നീ രണ്ട് ടോപ്പ് സർഫസിലെ എഡ്ജസിനെ കട്ട് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ താഴോട്ട് പ്രൊജക്റ്റ് ചെയ്യാം. അതിൻ്റെ ടോപ്പ് വ്യൂ കാണാം. നോക്കിക്കേ, താഴോട്ട് പ്രൊജക്റ്റ് ചെയ്യുക. ഈ 1 ആൻഡ് 2 എങ്ങനെ താഴോട്ട് പ്രൊജക്റ്റ് ചെയ്യാം? 1 ആൻഡ് 2 അല്ലെങ്കിൽ 1' ആൻഡ് 2' എന്നുള്ളത് ഏതൊക്കെ എഡ്ജിലാണെന്ന് ആദ്യം നോക്കുക. 1' എന്ന് പറയുന്നത് A', D' എന്ന് പറയുന്ന എഡ്ജിലാണ്. സോ അതിനെ താഴോട്ട് പ്രൊജക്റ്റ് ചെയ്താൽ AD എന്ന് പറയുന്ന ഈ സർഫസിലായിരിക്കും അത് മാർക്ക് ചെയ്യേണ്ടത്. നോക്കുക, അതിനെ ഞാൻ താഴോട്ട് കൊണ്ടുവരികയാണ്. നോക്കിക്കേ, താഴോട്ട് ലൈറ്റ് ലൈൻ ഉപയോഗിച്ച് താഴോട്ട് ഞാനങ്ങ് പ്രൊജക്റ്റ് ചെയ്യിപ്പിച്ചു. കണ്ടോ, താഴോട്ട് പ്രൊജക്റ്റ് ചെയ്തപ്പം ഈ ഒരു ലൈനാണ്. സോ അതിനകത്ത് ഈ പോയിൻ്റാണ് നമ്മളുടെ ആദ്യം നമുക്ക് കാണുന്ന. അപ്പം ഈ ഒരു പോയിന്റിലുമാണ് 1ഉം 2ഉം ഉള്ളത്. അപ്പം നമുക്ക് നോക്കേണ്ട കാര്യം ആദ്യം നമുക്ക് ഏതാണ്? 1 ആണ് ആദ്യം കാണുന്നത്. സോ 1' എന്നുള്ളത് BC എന്ന് പറയുന്ന ടോപ്പ് സർഫസിലെ എഡ്ജിലാണ് കട്ട് ചെയ്യുന്നത്. കണ്ടോ, 1 എന്ന് പറയുന്നത് BC എന്ന് പറയുന്ന ടോപ്പ് സർഫസിലെ എഡ്ജാണ്. അടുത്തത് 2 എന്ന് പറയുന്നത് AD എന്ന് പറയുന്ന ടോപ്പ് സർഫസിലെ എഡ്ജാണ് 2. അതെന്തുകൊണ്ടാണ് 1 ഇപ്പറയും 2 അപ്പറയും എന്ന് മനസ്സിലായോ? ഇവിടെ നോക്കിക്കേ, ഇവിടെ 1' ബ്രാക്കറ്റിൽ 2' എന്നാണ്. അതായത് ഒബ്സർവർ ആദ്യം കാണുന്നത് 1'ഉം അത് കഴിഞ്ഞിട്ടാണ് 2'ഉം കാണുന്നത്. ഞാൻ പറഞ്ഞു, ഇവിടെ നിന്ന് മോളോട്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഒബ്സർവർ ഇവിടെ നിന്നാണ് നോക്കുന്നത്. സോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അയാൾക്ക് ആദ്യം കാണുന്നത് 1, അത് കഴിഞ്ഞിട്ട് 2. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അടുത്തത് 3' എന്ന് പറയുന്ന പോയിന്റ് വേണം, താഴോട്ട് മാർക്ക് ചെയ്യണം. ഈ 3' എന്നുള്ള പോയിന്റ് ഏത് എഡ്ജിലാണെന്ന് നോക്കിക്കേ. S' D' എന്ന് പറയുന്ന വെർട്ടിക്കൽ എഡ്ജിലാണ്. നോക്കിക്കേ, S' D' ഏതാണ്? ദേ കണ്ടോ, ഈ ഒരു പോയിന്റാണ് S' ആൻഡ് D' അല്ലേ? സോ നമ്മളുടെ 3' താഴോട്ട് പ്രൊജക്റ്റ് ചെയ്താൽ എവിടെ വരും? ആ S' അല്ലെങ്കിൽ SD എന്ന് പറയുന്ന സെയിം പോയിന്റിൽ തന്നെ അല്ലേ വരിക? സംശയമുണ്ടോ? ഈ സെയിം പോയിന്റിൽ തന്നെ അല്ലേ വരിക? എടാ, ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി? S' D' എന്ന് പറയുന്ന ആ വെർട്ടിക്കൽ എഡ്ജിൻ്റെ ടോപ്പ് വ്യൂ ആണ്. സോ ആ ഒരു എഡ്ജിനെ കട്ട് ചെയ്താൽ ടോപ്പിൽ നിന്ന് നോക്കിയാൽ ഈ പോയിന്റിൽ കട്ട് ചെയ്തു എന്നേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ.
ഇനി 4' എങ്ങനെ മാർക്ക് ചെയ്യാം? അത് ആദ്യം നോക്കേണ്ടത് 4' ഏത് എഡ്ജിലാണെന്ന് നോക്കുക. നോക്കിക്കേ, C', R' എന്ന് പറയുന്ന വെർട്ടിക്കൽ എഡ്ജാണ്. ഈ C', R' എന്ന് പറയുന്ന വെർട്ടിക്കൽ എഡ്ജിൻ്റെ ടോപ്പ് വ്യൂ ഏതാണ്? ഇതേണ്ടേ CR എന്ന് പറഞ്ഞാണ്. സോ C', R' ഞാൻ കട്ട് ചെയ്താൽ അത് എവിടെയായിരിക്കും കാണാൻ സാധിക്കുക? CRലായിരിക്കും കാണാൻ സാധിക്കുക. സോ അതാണ് നമ്മളുടെ 4. ഇനി എന്താണ്? ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്ത് ഒരു ക്ലോസ് ഫിഗർ ആക്കുക. നോക്കിക്കേ, 1 to 2, 1 to 2, 1 to 4, 3 to 4, 2 to 3. കണ്ടോ? ഇതിനെ എല്ലാം കൂടെ ഞാൻ ജോയിൻ ചെയ്ത് ഒരു ക്ലോസ്ഡ് ഫിഗർ ആക്കി. ഇനി ഞാൻ അവിടെ 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് അതിനെ ഷെയ്ഡ് ചെയ്യുകയാണ്. കണ്ടോ? ഇതാണ് നമ്മളുടെ ഈ ഒരു സോൾഡറിനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വേണ്ട ഈ ഒരു ടോപ്പ് പോർഷനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്സർവർ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അയാൾക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു വ്യൂ ആണ്. ഇനി ഇവിടെ നിന്നല്ല, മോളിൽ നിന്ന് നോക്കുമ്പോൾ അയാൾക്ക് ഈ ഒരു വ്യൂ ആണ്. ഇനി ട്രൂ ഷേപ്പ് ഓഫ് ദി സെക്ഷൻ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് ട്രൂ ഷേപ്പ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഈ ഒരു ഫിഗറിൽ ഈ ഒരു കട്ടിംഗ് പ്ലെയിൻ ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ട്രൂ ഷേപ്പ് വരയ്ക്കേണ്ടി വന്നത്. നേരെ മറിച്ച് കട്ടിംഗ് പ്ലെയിൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ XY ലൈനിന് പാരലായിട്ട് ഇരിക്കുകയായിരുന്നെങ്കിൽ നമുക്ക് ട്രൂ ഷേപ്പ് വരയ്ക്കേണ്ടി വരത്തില്ലായിരുന്നു. ഓക്കെ, സോ ട്രൂ ഷേപ്പ് വരയ്ക്കാൻ വേണ്ടി ഈ ഒരു ഫിഗറിൽ നിന്ന് അല്പം ഇങ്ങോട്ട് മാറി ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ആ പോയിന്റിനെ 1', 2' അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ 2' എന്ന് നെയിം ചെയ്യുക. കാര്യം എന്താണ്? നമ്മളുടെ സോളിഡിനകത്തുള്ള കട്ടിംഗ് എഡ്ജിനെയാണ് ഇവിടെ നമ്മൾ കാണിക്കാൻ പോകുന്നത്. സോ ഇവിടം തൊട്ട് 4' വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക, അതിനെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. അതെങ്ങനെ എടുക്കും? കോമ്പസ് വെച്ച് 1' to 4'. സോ ആ ഡിസ്റ്റൻസ് 1'ൽ കുത്തി 4' വരെയുള്ള എഴുതുക. അതിനുശേഷം 1' തൊട്ട് 3' വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തു, അതിനെയും ഞാൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. സോ എനിക്ക് 1', 2', 1', 2'. ഈ പോയിന്റ് എന്ന് പറയുന്നത് 3'. ഈ പോയിന്റ് 4'. നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമിന് പേന ഉപയോഗിക്കരുത്. ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് പേന യൂസ് ചെയ്യുന്നത്. നിങ്ങൾ പേന യൂസ് ചെയ്യുകയേ ചെയ്യരുത്. ഇനി എന്താ ചെയ്യുക? പെൻസിൽ കൊണ്ട് ഇതിനെ താഴോട്ട് പ്രൊജക്റ്റ് ചെയ്യുക. വളരെ ലൈറ്റായിട്ട് പ്രൊജക്റ്റ് ചെയ്യുക. ഇതിനെയും താഴോട്ട് ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്ത് വളരെ ലൈറ്റായിരിക്കുക. ഓക്കെ, ഇതിനെ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്തു. ഇനിയും ഈ പോയിൻറ്റ്സിനെല്ലാം റൈറ്റിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. പ്രൊജക്ഷൻ ലൈൻസ് വളരെ ലൈറ്റ് ആയിരിക്കണം. നമുക്കത് കാണേണ്ടതന്നെ ആവശ്യമില്ല. കണ്ടോ? നമ്മൾ പ്രൊജക്ഷൻ ലൈൻസ് എല്ലാം മാർക്ക് ചെയ്തു. ഇനി നമുക്ക് കട്ടിംഗ് പോയിൻറ്റ്സിനെ, അല്ലെങ്കിൽ 1' ഇവിടുത്തെ 1 മീറ്റ് ചെയ്യുന്ന പോയിൻറ്റിനെ പുതുതായിട്ട് 1 എന്ന് കൊടുത്തു. 1, 2, 3 and 4. 1, 2, 3, 4. ഇനി അതങ്ങ് ജോയിൻ ചെയ്താൽ നമ്മളുടെ ആൻസറായി. ഇതാണ് നമ്മളുടെ ഫൈനൽ ആൻസർ. സോ നമുക്ക് കംപ്ലീറ്റ് ആൻസർ കിട്ടി. നിങ്ങൾ ഡയമെൻഷൻസ് ഒക്കെ കാണിക്കുക. എത്രയായിരുന്നു ഹൈറ്റ്? എത്രയാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? 50, ഹൈറ്റ് 50,
ഇത് 30, ഇങ്ങോട്ട് 30, ഇതെന്ന് പറയുന്നത് 35. ഓക്കെ, താങ്ക് യു.